നമസ്കാരം, ഞാൻ ബൈജു നായർ. നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. എല്ലാ ഓഗസ്റ്റ് 15 മഹീന്ദ്രയ്ക്ക് വേണ്ടി ഒഴിഞ്ഞു വെച്ചിരിക്കുന്ന ജന്മമാണ് നമ്മൾ ഓട്ടോമൊബൈലൊക്കെ ചെയ്യുന്ന ആൾക്കാരുടേത്. കാരണം എല്ലാ ഓഗസ്റ്റ് 15 എന്തെങ്കിലുമൊക്കെ വിശേഷമുള്ള കാര്യങ്ങൾ കൊണ്ടുവരും. ഇന്നിപ്പോൾ ഞാൻ നിൽക്കുന്നത് മുംബൈയിലാണ്. മുംബൈയിൽ മഹീന്ദ്ര പരിപാടിക്ക് വന്നിരിക്കുന്നു. വലിയ വിശേഷം. മിസ്റ്റർ അമിത്, എക്സ്ക്യൂസ് മീ, ഷൂട്ടിംഗ്. ഓക്കെ, അപ്പോൾ എന്തായാലും ഇന്ന് ഇവിടെ ഇപ്പോൾ ഒരു എക്സിബിറ്റ് ചെയ്തിരിക്കുന്നത് ഒരു എന്താണ് നമ്മുടെ മഹീന്ദ്ര BE6യുടെ ഒരു ബാറ്റ്മാൻ എഡിഷനാണ്. വലിയ സംഭവമൊന്നുമില്ല. ബാറ്റ്മാൻ എന്ന് പറയുന്നത് നമുക്കെല്ലാം ഇഷ്ടമുള്ള ഒരു ക്യാരക്ടറാണല്ലോ. ആ ക്യാരക്ടറുമായിട്ട് ബന്ധപ്പെട്ട കുറേ കാര്യങ്ങൾ കൊണ്ടുവന്നിരിക്കുന്നു. മുമ്പിൽ തന്നെ ബാറ്റ്മാൻ എഡിഷൻ എഴുതിയിട്ടുണ്ട്. പിന്നെ കുറേ ബാറ്റ്മാൻ ആക്സൻസ് പല സാധനങ്ങളും, ബാറ്റ്മാൻ്റെ രൂപവും ബാറ്റ്മാൻ്റെ എന്താണ് ആ ലോഗോയും അത്തരം പല കാര്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ പ്രത്യേകത വെച്ചാൽ ഇത് ആകെ 300 യൂണിറ്റേ ഉള്ളൂ എന്നുള്ള കാര്യമാണ്. 300 യൂണിറ്റിൽ പരിപാടി അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വേണമെങ്കിൽ പെട്ടെന്ന് നമ്മൾ ബുക്ക് ചെയ്യേണ്ടി വരും. ഇതൊരു ബാറ്റ്മാൻ എന്ന് പറയുന്നത് ഒരു വലിയ ക്യാരക്ടറാണല്ലോ. നമ്മുടെ എന്താണ് ഗ്ലോബലി അക്ലെയിംഡ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. അതുകൊണ്ട് തന്നെ വലിയ വില കൊടുത്തായിരിക്കും ലൈസൻസൊക്കെ മഹീന്ദ്ര വാങ്ങിച്ചിരിക്കുന്നത്. അതുകൊണ്ട് വില എന്ന് പറയുന്നത് 27,49,000 രൂപയാണ്. ആകെ 300 യൂണിറ്റ് ഉള്ളത് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ ഫുൾ ബ്ലാക്ക്, അതാണ് എൻ്റെ പ്രത്യേകത. ഫുൾ ബ്ലാക്ക് മാത്രമല്ല, അതിൽ ഇപ്പം മുൻഭാഗത്ത് വലിയ വ്യത്യാസം നമ്മൾ കാണാനില്ല. മഹീന്ദ്ര BE6യുടെ അതേ രൂപമൊക്കെ തന്നെയാണ് കാണാനുള്ളത്. പക്ഷേ സൈഡിലൊക്കെ വരുമ്പോൾ ഇവിടെ കണ്ടോ ഒരു ബാറ്റ്മാൻ ലോഗോ അവിടെ കാണുന്നു. ഇവിടെ കാണുന്നു. ഇതൊക്കെ വലിയ സംഭവമാണോ എന്ന് ചോദിച്ചാൽ വേണമെങ്കിൽ സംഭവമാണ് എന്ന് പറയാമെന്നല്ലാതെ വലിയ സംഭവമൊന്നുമില്ല. എങ്കിൽ പോലും അതൊക്കെ ഒരു രസമുള്ളൊരു ക്യാരക്ടറായിട്ട് നമുക്ക് കാണാവുന്ന കാര്യമാണ്. സൈഡ് പ്രൊഫൈലിലും മറ്റു വ്യത്യാസമൊന്നുമില്ല. ഈ ഒരു മാറ്റ് ബ്ലാക്ക് ഫിനിഷിൻ്റെ ഒരു ഭംഗിയുണ്ട്. ഇവിടെ നിങ്ങൾ സൂക്ഷിച്ച് നോക്കിയാൽ ഒരു ബാറ്റ്മാനെ കാണാം കേട്ടോ. ബാറ്റ്മാനെയാണ് ഇവിടെ ഇങ്ങനെ എന്താ കണ്ടത് എംബോസ് ചെയ്ത് വെച്ചിരിക്കുന്നതെന്ന് പറയാം. സൂക്ഷിച്ച് നോക്കിയാലേ കാണാൻ പറ്റൂ. എങ്കിലും അത് രസമുള്ള കാര്യമാണ്. പിന്നെ ഇഷ്ടംപോലെ ആളോട്ട് ഇടിച്ചാണ് നിൽക്കുന്നത്. ഒരു ബാറ്റ്മാൻ ലോഗോ, BE6 എന്നുള്ള ലോഗോ. പിന്നെ അവിടെ അത് പക്ഷേ നമ്പർ പ്ലേറ്റ് വരുന്ന സ്ഥലമാണ് കേട്ടോ, മറ്റു സംഭവമൊന്നുമില്ല. എന്തായാലും ബ്ലാക്കിൻ്റെ ഒരു രസമുള്ള ഒരു മിക്സ്ചർ. അതായത് മേൽഭാഗത്ത് വരുമ്പോഴത്തേക്കും പിയാനോ ബ്ലാക്ക്, ഇവിടെ ഫുൾ മാറ്റ് ബ്ലാക്ക്, അതാണിപ്പോൾ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ സൈഡിൽ പ്രൊഫൈലിൽ ഈ പറഞ്ഞ പോലെ മറ്റേ ബാറ്റ്മാൻ്റെ കുറേ ലോഗോസും മറ്റുമാണ് കാണുന്നത്. നമുക്ക് ഇൻറ്റീരിയർ കയറാം. അകത്ത് ഇടി നടക്കുകയാണ്. അത് കഴിയുമ്പോൾ ഇൻറ്റീരിയർ കയറി അതുകൂടെ കാണാം. സത്യം പറഞ്ഞാൽ എനിക്ക് എന്നെപ്പറ്റി തന്നെ അഭിമാനം തോന്നിയൊരു നിമിഷമാണ്. കാരണം ഇവിടെ ഇടിച്ചു നിൽക്കുന്ന കുറേ പേരെ ഒഴിവാക്കി. ഒന്നാമതെ മലയാളികൾ ക്യൂ നിന്ന് ശീലിച്ചിട്ടില്ല. നമ്മൾ ബിവറേജിൽ പോലും ക്യൂ നിൽക്കില്ല. അപ്പോൾ അങ്ങനെ ഒരു ശീലമുള്ളതുകൊണ്ട് ഞാൻ എല്ലാവരും ഇടിച്ചു മാറ്റി ഉള്ളിലേക്ക് വന്നിരിക്കുകയാണ്. ഉള്ളിൽ വരുമ്പോൾ നമ്മൾ പ്രധാനമായിട്ടും കാണുന്നത് ബാറ്റ്മാൻ എഡിഷൻ എന്നുള്ളൊരു ബാഡ്ജിങ് ഇവിടെ കാണുന്നു. പിന്നെ ഇവിടെ എല്ലാം ഈ ഒരു എന്താ പറയുക ഒരു ഗോൾഡൻ എഫക്റ്റുള്ള കുറേ ഇൻസേർട്സൊക്കെയാണ് ഇവിടെ കാണുന്നത്. ഒരു ഗോൾഡൻ എഫക്റ്റുള്ള സാധനം തന്നെയാണ്. മറ്റ് വ്യത്യാസങ്ങളൊന്നും കാര്യമായിട്ട് പറയാനില്ല. ബാക്കിയെല്ലാം നമ്മൾ ഇപ്പം ഇതിൻ്റെ ടോപ്പിൻ്റെ മോഡലിലാണ് ഇത് വന്നിരിക്കുന്നത്. ഇപ്പോൾ ഈ ഒരു യെല്ലോ സ്റ്റിച്ചിങ് പോലുള്ള കാര്യങ്ങളൊക്കെയാണ് പ്രധാനമായിട്ടും വന്നിരിക്കുന്നത്. അല്ലാതെ വലിയ സംഭവങ്ങളൊന്നുമില്ല. ഇവിടെയൊക്കെ നമ്മൾ ഇരുട്ടായതുകൊണ്ടൊന്നും കാണാൻ പറ്റുന്നില്ല കേട്ടോ. എങ്കിലും അതുണ്ട്. പിന്നെ ഇവിടെ സീറ്റിൽ അൽക്കാൻഡ്ര സീറ്റാണ്. ഈ ഒരു ചാരുന്ന ഭാഗത്ത് അവിടെയും ബാറ്റ്മാൻ്റെ ലോഗോ വന്നിരിക്കുന്നു. ഇതൊക്കെ തന്നെയുള്ളൂ. പിന്നെ മേൽഭാഗത്തൊക്കെ ഉണ്ട്, നല്ല രസമുണ്ട്. ബാറ്റ്മാൻ്റെ സുന, എന്താ അതിൻ്റെ പേര് എനിക്ക് ബാറ്റ്മാൻ ഇങ്ങനെ നിറഞ്ഞ് നിൽക്കുകയാണ് എന്നേ പറയാനുള്ളൂ. എന്തായാലും ഇത് വേറൊരു കാര്യമുള്ളത്, ഇതൊരു മല്ലുവാണ് ഇത് ലോഞ്ച് ചെയ്യുന്നുള്ളത്. മല്ലു മീൻസ് ഞാനല്ല കേട്ടോ, ജോൺ എബ്രഹാം എന്ന് പറയുന്നത് നമ്മുടെ സ്വന്തം ആലുവക്കാരൻ പയ്യനാണ് ലോഞ്ച് ചെയ്തത്. അപ്പോൾ ഒരു മലയാളി കണക്ഷൻ ഇതിൻ്റെ കാര്യത്തിലുണ്ട്. ബാക്കി എല്ലാ കാര്യങ്ങളും മഹീന്ദ്ര BE6 തന്നെയാണിത്.
BS6-ൻ്റെ കാര്യത്തിൽ എനിക്ക് തോന്നുന്നത് എന്താ പറയുക 9E അത്രയും സെയിലില്ല. കാരണം വെച്ചാൽ ഇത് കാണാൻ ഭയങ്കര ഭംഗിയാണെങ്കിലും പലർക്കും ഇതിലൊരു ട്രെൻഡി ഡിസൈൻ ഒന്നും ഇഷ്ടപ്പെടുന്നില്ലെന്ന്, അതുകൊണ്ടായിരിക്കാം. അപ്പോൾ ആ ഒരു കാര്യത്തിൽ മാറ്റം വരാൻ വേണ്ടിയാണെന്ന് തോന്നുന്നു മഹീന്ദ്ര ഇപ്പോൾ ഒരു ബാറ്റ്മാൻ എഡിഷൻ കൊണ്ടുവന്നിരിക്കുന്നത്. എന്തായാലും ഒരു രസമുണ്ട്, ഇത്തരം കാര്യങ്ങളൊക്കെ രസമുണ്ട്. പിന്നെ ബാറ്റ്മാൻ ഇഷ്ടമുള്ളവർക്കും ഇഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് മുന്നിൽ പറയാനുള്ളത്. ബാക്കി ഞാൻ ഇതൊന്നും വിശദീകരിക്കുന്നില്ല, കാരണം ഇതെല്ലാം നമ്മൾ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. മറ്റു കാര്യങ്ങളൊന്നും വ്യത്യാസമൊന്നുമില്ല. ഗോൾഡൻ ഈ ഒരു സംഭവങ്ങളൊക്കെ തന്നെയാണ് പ്രധാനമായിട്ടും പറയാനുള്ളത്. നമുക്കൊന്ന് പിൻഭാഗത്തൂടെ ഇരുന്ന് നോക്കാം. പ്രധാനമായിട്ടും വലിയ സംഭവമൊന്നും ഉണ്ടെന്ന് തോന്നുന്നില്ല, നോക്കട്ടെ. പിൻഭാഗത്തും വലിയ സംഭവമൊന്നുമില്ല കേട്ടോ. എല്ലാത്തിലും ഈ BE6 എന്നുള്ള ബാഡ്ജിങ്ങും ഈ ഒരു ബാറ്റ്മാൻ ലോഗോയും ഉണ്ടെന്നുള്ളത്, മറ്റു കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. എന്തായാലും മൊത്തത്തിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് BE6 എന്ന് പറയുന്നത്. എനിക്ക് 9-നേക്കാൾ ഇഷ്ടം ഇതാണ് കേട്ടോ. ഞാൻ എന്തെങ്കിലും വാങ്ങിക്കുകയാണെങ്കിൽ ഇതായിരിക്കും വാങ്ങിക്കുന്നത് എനിക്ക് തോന്നുന്നു. കാരണം ഭയങ്കര രസമുള്ള സംഭവമാണ്. ഇതിൻ്റെ ഒരു പ്രശ്നമായിട്ട് എനിക്ക് തോന്നിയിരിക്കുന്നത് മുന്നിലായാലും പിന്നിലായാലും കയറുമ്പോൾ അല്പം കുനിഞ്ഞ് കയറണം. ഇതിൻ്റെ ഒരു വിൻഡോ ലൈൻ എന്ന് പറയുന്നത് കുറച്ച് താന്നാണ് എന്നുള്ളതുകൊണ്ട് ഒരു പ്രശ്നം മാത്രമല്ല, എനിക്ക് വേറെ തോന്നിയിട്ടില്ല. അപ്പോൾ എന്തായാലും ബാക്കി എല്ലാ കാര്യങ്ങളിലും ഭംഗിയായിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഇത് ആകെ 300 യൂണിറ്റേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ സ്വന്തമാക്കണമെങ്കിൽ വേഗം തന്നെ ബുക്ക് ചെയ്യുക. ഇനിയിപ്പോൾ നാളെ എന്തോ വലിയ പരിപാടി ഇവർ ഒരുക്കിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു പുതിയൊരു എന്തോ ഇലക്ട്രിക് പ്ലാറ്റ്ഫോം എന്തോ കാണിക്കാനാണെന്ന് തോന്നുന്നു. ബാക്കി വലിയ സംഭവങ്ങളൊന്നും സംഭവിക്കാനില്ല ഈ സമയത്ത്. അപ്പോൾ അവസാനിപ്പിക്കാം. അപ്പോൾ എന്തായാലും മഹീന്ദ്രയുടെ BE6 എനിക്ക് എപ്പോഴും തെറ്റിപ്പോകും. BE6-ൻ്റെ BE6E നമ്മൾ പണ്ട് ഒരു 60 എന്നാണ് പേരിട്ടത്. പിന്നെ അത് നമ്മുടെ ഇൻഡിഗോ ഫ്ലൈറ്റ് ഉണ്ടല്ലോ, അവരെന്തോ പ്രശ്നം ഉണ്ടാക്കിയിട്ട് പേര് മാറ്റി. ഇപ്പോൾ എൻ്റെ മനസ്സിൽ കിടക്കുന്ന BE6 എന്നൊക്കെയാണ്. അതായത് BE6-ൻ്റെ ബാറ്റ്മാൻ എഡിഷൻ, ഡാർക്ക് ബ്ലാക്ക് എഡിഷൻ നമ്മൾ കണ്ടു കഴിഞ്ഞത്. അപ്പോൾ വീഡിയോ ഉണ്ടല്ലോ മുംബൈയിൽ നിന്നും ബൈ.